KGF ചാപ്റ്റർ 1, KGF ചാപ്റ്റർ 2 ഈ രണ്ട് ബ്രഹ്മാണ്ഡ സിനിമകൾക്ക് ശേഷം യശിന്റെ അടുത്തൊരു സിനിമ. ഈ രണ്ട് സിനിമകളിലൂടെ കിട്ടിയ ഓഡിയൻസിനെ യശ് എന്ന് പറയുന്ന ഒരു ആക്ടർ ഏത് തരത്തിലുള്ള സിനിമ ചെയ്തായിരിക്കും തൃപ്തിപ്പെടുത്തുക എന്നുള്ളതായിരുന്നു എന്റെ ഏറ്റവും വലിയൊരു ക്യൂരിയോസിറ്റി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളുടെ മലയാളത്തിന്റെ ഗീതു മോഹൻദാസുമായിട്ടാണ് യശിന്റെ നെക്സ്റ്റ് ഫിലിം എന്ന് പറയുന്ന അനൗൺസ്മെന്റ് വരുന്നത്. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ആ അനൗൺസ്മെന്റ് കേട്ട സമയത്ത് തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഈ സിനിമയുടെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായി എന്നുള്ളത്. അതായത് ഗീതു മോഹൻദാസിനെ കൊണ്ട് യശ് എന്ന് പറയുന്ന ഒരു ആക്ടറിനെ എങ്ങനെ പ്രസന്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതിന്റെ ഒരു ചെറിയൊരു സാമ്പിൾ ആയിരുന്നു ആ ഒരു ഫസ്റ്റ് വന്നൊരു ടീസർ. അതിന്റെ മേക്കിംഗ് ആവട്ടെ, അതിന്റെ പ്രസന്റേഷൻ ആവട്ടെ, അതിൽ യാഷിന്റെ ലുക്ക് ആവട്ടെ, BGM ആവട്ടെ, എല്ലാം പേഴ്സണലി എനിക്ക് സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അത് കണ്ടതിന് ശേഷം എനിക്ക് മനസ്സിലായി ഗീതു മോഹൻദാസ് എന്ന് പറഞ്ഞ ആ ഒരു ഡയറക്ടറിനെ കൊണ്ട് ഇത് പറ്റും. അത് കുറച്ച് കോൺട്രവേഴ്സീസ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ നോക്കുന്നില്ല, അത് എന്റെ ഒരു വിഷയമേ അല്ല. ഒരു ആക്ടറിന്റെയോ അല്ലെങ്കിൽ ഒരു ഡയറക്ടറിന്റെയോ ആ ഒരു ക്രിയേറ്ററിന്റെ പേഴ്സണൽ ലൈഫുമായിട്ട് അയാളുടെ ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ അയാളുടെ കണ്ടന്റിനെ വിലയിരുത്തുന്ന ഒരു കാറ്റഗറി പെടുന്ന ഒരാളല്ല ഞാൻ. ക്രിയേറ്റിവിറ്റിയിലകത്ത് നമുക്ക് ലിമിറ്റേഷൻ ഇല്ല, അതൊരു ക്രിയേറ്ററിന്റെ റൈറ്റ് ആണ്. അത് കാണണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഓഡിയൻസിന്റെ റൈറ്റ് ആണ്. ഏകദേശം 5 ഹീറോയിൻസ് ആണ് അവർ റിവീൽ ചെയ്തിരിക്കുന്നത്. നമ്മളെല്ലാവരും കാത്തിരിക്കുന്നതെന്ന് പറയുന്നത് ആ ഒരു ഹീറോയുടെ ആ ഒരു ലുക്കും എങ്ങനെയാണ് ആൾ അതിനകത്ത് പ്രസന്റ് ചെയ്യാൻ പോകുന്ന റോൾ എന്നുള്ളതും കൂടെ അറിയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഫൈനലി യശിന്റെ ക്യാരക്ടർ ഇൻട്രോഡക്ഷൻ ട്രെയിലർ അല്ലെങ്കിൽ ഒരു ടീസർ എന്ന് വേണമെങ്കിൽ പറയാം, റിവീൽ ചെയ്യുന്ന ഒരു വീഡിയോ വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാം ഓൾറെഡി ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഒരു ഡിസ്ക്ലൈമർ പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. ഈ ഒരു വീഡിയോയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ആയിട്ടും എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ്. എനിക്ക് ആ ഒരു ടീസർ കണ്ട സമയത്ത് ഒരുപാട് ഇഷ്ടപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട്. ഇത് വേണ്ടായിരുന്നു എന്ന് തോന്നിയ പല കാര്യങ്ങളും ഇതിനകത്തുണ്ട്. അത് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തുകയാണ്. ഈ ഒരു ടീസറിൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന് അത് ഫസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത സമയത്ത് തന്നെ അതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ഉണ്ടല്ലോ, ആ ഒരു ഗ്രേവി യാർഡും അതിൻ്റെ ഓവറോൾ ടോണും ആ ഒരു സിനിമാറ്റിക് ആംഗിളും അതിലെ കാസ്റ്റും അതിലെ ഓരോ ക്യാരക്ടേഴ്സും ആ ഒരു തുടക്കത്തിൽ ആ ഒരു കുറച്ച് സെക്കൻഡുകൾ ഇങ്ങനെ പോകുന്നുണ്ട്. ആ ഒരു ഗ്രേവിയുടെ ആ ഒരു കാർ വന്ന് ഇടിച്ച് നിൽക്കുന്നതിൻ്റെ ആ ഒരു പോർഷൻ വരെ ആ ഒരു ഇങ്ങനെ വാ തുറന്നിരുന്ന് ഇങ്ങനെ നോക്കുമായിരുന്നു. കാരണം അതിൻ്റെ ഒരു മേക്കിംഗ് സ്റ്റൈല് വിത്ത് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ അത് കേൾക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ നെറ്റ്ഫ്ലിക്സിലൊക്കെ ചില വെബ് സീരീസ് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹോളിവുഡ് വെബ് സീരീസുകളൊക്കെ കാണുന്ന സമയത്തും സിനിമകൾ കാണുന്ന സമയത്തും കറക്റ്റ് ആ ഒരു റേഷ്യോയിൽ നമ്മൾ കാണുമ്പോൾ എങ്ങനെയാണോ നമ്മൾ ഫീല് നമുക്ക് കിട്ടുന്നത്, അതുപോലത്തെ ഒരു ഫീലാണ് ആ ഒരു തുടക്ക സമയം ഇങ്ങനെ കണ്ടുവന്നത്. പിന്നെ അതിനകത്ത് സംഭവിക്കുന്ന ഓരോ സംഭവങ്ങളും യശിൻ്റെ റിവ്യൂലും ആക്ഷനും ഇതൊക്കെ കഴിഞ്ഞ് എൻഡ് ചെയ്ത സമയത്ത് ഒന്നും കൂടെ റീവാച്ച് ചെയ്യണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ വീണ്ടും അത് റീവാച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് സത്യത്തിൽ ആ ഒരു ടീസർ എന്താണെന്ന് സത്യത്തിൽ എനിക്ക് മനസ്സിലായത്. ഈ ഒരു സിനിമയുടെ ടൈറ്റിൽ എന്ന് പറയുന്നത് ടോക്സിക് എന്നാണ്. അത് ഒന്നാമത്തെ കാര്യം. അഡൾട്ട് ഓൺലി ഫിലിമാണ്. ടോക്സിക് എന്നുള്ള ടൈറ്റിലും അഡൾട്ട്സ് ഓൺലി ഫിലിം ആണെന്നുള്ളതും കൂടി കണക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ഒരു സിനിമ എന്താണെന്നും ഈ സിനിമയ്ക്കകത്ത് യശ് ചെയ്യുന്ന ക്യാരക്ടർ എന്താണെന്നുള്ളതും ക്ലിയർ ആവും. ആ ഒരു ക്യാരക്ടറിൻ്റെ ആ ഒരു ഐഡിയ ഫുള്ള് മനസ്സിലായതിനു ശേഷം ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ ടീസർ സ്റ്റാർട്ട് ടു എൻഡ് വരെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ആ ടീസർ എനിക്ക് ആദ്യം കണ്ട സമയത്ത് ഇതെന്താ ഇങ്ങനെയെന്ന് ഒരു തോന്നൽ വന്നതും പിന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് കണ്ട സമയത്ത് ഇങ്ങനെയായിട്ട് ഫീൽ ചെയ്തത്. നമ്മൾ KGFൽ കണ്ട യശിൻ്റെ ഒരു ഗ്യാങ്സ്റ്റർ ഉണ്ട്. അത് വെറും ഒരു ഗ്യാങ്സ്റ്റർ അല്ല, സ്വന്തം അമ്മയുടെ ആഗ്രഹം സഫലീകരിക്കാൻ ഇറങ്ങുന്ന ഒരു പയ്യൻ്റെ ആ ഒരു ബാല്യകാലം തൊട്ട് തുടങ്ങുന്ന ഒരു ജേണിയാണ്. അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു ബാക്ക് സ്റ്റോറി അല്ലെങ്കിൽ പ്ലോട്ട് അതിൻ്റെ ബാക്കിൽ വരുന്നുണ്ട് KGFൻ്റെ. ആ ഗ്യാങ്സ്റ്ററിന് ജയിച്ച് കാണാൻ വേണ്ടി ഓഡിയൻസായി നമ്മൾ ആഗ്രഹിക്കും അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ആ KGF 1, 2 ഈ രണ്ടിലും നമ്മൾ റോക്കി ഭായ് എന്ന് പറയുന്ന ക്യാരക്ടറിനെ സക്സസ് ആയി കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരായിരിക്കും നമ്മൾ. അതൊരു ഗ്യാങ്സ്റ്റർ ആണെങ്കിലും എത്ര വയലൻസ് കാണിച്ചു കൂട്ടിയാലും അത് തൻ്റെ അമ്മയുടെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി ഒരു മകൻ ചെയ്യുന്നതായിട്ടേ നമ്മൾ കാണുള്ളൂ. അതാണ് ആ ഒരു സിനിമയുടെ ബാക്ക് ബോൺ ആയിട്ടുള്ളത്. എന്നാൽ നമ്മൾ ടോക്സിക്കിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ അത്രയും ആരാധിച്ചിരുന്ന ഒരു ഗ്യാങ്സ്റ്ററിൽ നിന്ന് നേരെ ഉൾട്ട തിരിഞ്ഞ് വേറൊരു ഫോർമാറ്റിലുള്ള ഒരു ഗ്യാങ്സ്റ്റർ ആയിട്ടാണ് ടോക്സിക്കിൽ വരുന്നത്. ഈ ടോക്സിക്കിൽ വരുന്ന യശിൻ്റെ റായ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറിന് ബാക്ക് സ്റ്റോറി എന്താണെന്ന് പോലും നമുക്കറിയില്ല. ഇപ്പോൾ ഒരു ഊഹിച്ച് പറയാമെന്നുണ്ടെങ്കിൽ നമ്മൾ റോക്കി ഭായി കണ്ടതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കാം. റോക്കി ഭായി അമ്മയുടെ ആഗ്രഹത്തിന് വേണ്ടി അത് ചെയ്യുന്നെന്നുണ്ടെങ്കിൽ ഈ ഒരു സിനിമയ്ക്കകത്ത് തന്തയേക്കാൾ മോശം എന്ന് പറയുന്ന ഒരു പയ്യ ഉണ്ടല്ലോ, അത്തരത്തിലുള്ളൊരു വികൃതിക്കുട്ടൻ്റെ കഥയാവാം ടോക്സിക് എന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരു ഗ്യാങ്സ്റ്റർ ആയിക്കഴിഞ്ഞാൽ കണ്ട പോക്കത്തരങ്ങളെല്ലാം കാണിച്ച് നടക്കുന്ന ഒരു ഗ്യാങ്സ്റ്ററായി അവന് തോന്നിയതുപോലെ ജീവിക്കുന്ന രീതിയിൽ ഉള്ള ഒരു ലേസി മാനായിട്ടുള്ള ഒരു എക്സ്ട്രീം ടോക്സിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരിക്കാം യശ് ചെയ്യുന്നത്. നമ്മൾ KGFൽ കണ്ട ഒരു ഹീറോ എന്ന് പറയുന്ന ഒരു വലിയൊരു സ്റ്റാർഡം ഉണ്ടല്ലോ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വില്ലൻ ഷെയ്ഡാണ്
ഈ ഒരു ടോക്സിക്കിനകത്ത് യശ് ചെയ്യുന്നത്. ആ ഒരു റീസൺ കൊണ്ട് തന്നെ KGF കണ്ട് ഇഷ്ടപ്പെട്ട് യഷിന്റെ ഫാൻസായി മാറിയ ആ ഒരു വലിയ ആൾക്കാർക്ക് ഇപ്പൊ വന്ന ഇത് ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല. അത് മാത്രമല്ല വേറൊരു കൂട്ടം കൂടെ ഉണ്ട്. ഇതിന്റെ ഡയറക്ടറിന്റെ പേഴ്സണൽ ലൈഫിൽ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കുറെ കോൺട്രവേഴ്സീസ് ഒക്കെ മുമ്പായിട്ടുണ്ട് നമ്മുടെ സിനിമയിലെ കസബ ഫിലിമിന്റെ പേരിലൊക്കെ. ഓൾമോസ്റ്റ് ഒരു മിക്സഡ് എന്ന് പറയാൻ പറ്റില്ല. ഈ ഒരു ടീസർ പലർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. അത് അവരുടെ ഒപ്പീനിയനാണ്, അവർക്ക് ഇഷ്ടപ്പെടാതിരിക്കാം. ഈ ഒരു ടീസർ ഇഷ്ടപ്പെട്ട ഒരു 10% ഒരാളാണ് ഞാൻ. പേഴ്സണലി എൻ്റെ ഒരു ഒപ്പീനിയൻ. ഈ ഫിലിമിൻ്റെ മ്യൂസിക് രവി ബസൂറാണ്. നമ്മൾ മാർക്കോയിൽ കണ്ടതാണ്, KGF കണ്ടതാണ്. രവി ബസൂർ എന്ന് പറയുന്ന ആ ഒരു മ്യൂസീഷ്യൻ്റെ ആ ഒരു നമ്മളുടെ ആ ഒരു എന്താ പറയുക, നമ്മളെ രോമാഞ്ചം ആ ഒരു സീനകത്തൊന്നും ഇല്ലെങ്കിലും അങ്ങനെ മ്യൂസിക് വെച്ച് നമ്മൾ രോമാഞ്ചം ഉണ്ടാക്കുന്ന ടൈപ്പ് ഒരു മ്യൂസീഷ്യനാണ്. പക്ഷേ ഇതിനകത്ത് ഒരുപാട് മ്യൂസിക്കോ കാര്യങ്ങളൊന്നും റിവീൽഡ് അല്ല. കാരണം ഇതിനകത്ത് കുറേ സൈറൻസ് ആണ് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നത്. അത് നമ്മുടെ ഉള്ളിൽ ആ ഒരു ക്യാരക്ടറിനെ രജിസ്റ്റർ ചെയ്യുന്നതാണ്. അതായത് ആ ഒരു ക്യാരക്ടർ എന്തോ വലിയൊരു ഇതാണെന്നുള്ളത് നമ്മളെ ഉള്ളിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സൈറൻസ് സൗണ്ട് ഇടയ്ക്ക് BGMൻ്റെ ഇടയ്ക്ക് കയറി നിൽക്കുന്നത്. അതങ്ങനെ ഇട്ട് ചെയ്തിരിക്കുന്നത് അവർ ഈ ഒരു ചെറിയൊരു ഇൻട്രോഡക്ഷൻ എന്നുള്ള നിലയ്ക്ക് തന്നതുകൊണ്ടാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ ട്രെയിലർ വരുന്ന സമയത്ത് നമുക്കറിയാം ഈ BGM ഏത് ഫോർമാറ്റാണെന്നുള്ളത്. പിന്നെ ഇതൊരു മലയാളം ഡയറക്ടർ ആയതുകൊണ്ട് ഇതിനകത്ത് ചിലപ്പോൾ ഒരു മലയാളം ടച്ച് വരാനും ചാൻസ് ഉണ്ട്. കാരണം BGMൻ്റെ കാര്യത്തിലും ഒക്കെ ആ ഒരു ഫോർമാറ്റ് വരാനും ചാൻസ് ഉണ്ട്. ഫസ്റ്റ് ഞാൻ പറയുകയാണ്, ഇതൊരു ഹോളിവുഡ് ലെവൽ ടൈപ്പ് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇതിൻ്റെ വിഷ്വൽസ് ആയാലും ഇതിൻ്റെ വിഷ്വൽസ് എടുത്തിരിക്കുന്നത് ഗീതു മോഹൻദാസിൻ്റെ എൻ്റെ ഹസ്ബൻഡായിട്ടുള്ള അതും എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു സിനിമാറ്റോഗ്രാഫറാണ് രാജീവ് രവി. അപ്പോൾ ആ ഒരു വിഷ്വൽസിന് അതിൻ്റേതായിട്ടുള്ള പവറുകൾ ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ടോൺ, ആ ഒരു ഫസ്റ്റ് ആ ഒരു ഗ്രേവിയർ ടോൺ കണ്ടത് ഒരു ഗ്രീൻ ഡള്ളായിട്ടുള്ള ഒരു ഗ്രീൻ ടോൺ. പ്രത്യേകിച്ച് നമ്മളെപ്പോലുള്ള ഫിലിം മേക്കേഴ്സൊക്കെ കൂടുതലായിട്ടും അതിൻ്റെ ഒരു ടെക്നിക്കൽ ക്വാളിറ്റി ആദ്യം ശ്രദ്ധിക്കും. എൻ്റെ ഉള്ളിലുള്ള ഒരു ഫിലിം മേക്കറിന് ആദ്യം അട്രാക്ഷൻ ഫീൽ ചെയ്തത് അതിൻ്റെ ഒരു ഫുൾ ഓവറോൾ ടോണും ആ ഒരു വിഷ്വൽ ഫ്രെയിമിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന കാറുകളായാലും അതിൻ്റെ ഒരു ടൈം ആ ഒരു പീരീഡ് ആയാലും പിന്നെ അങ്ങോട്ട്, അതായത് ആ ഒരു കാർ സീനൊക്കെ കഴിഞ്ഞിട്ട് യാഷിൻ്റെ ആ ഒരു റിവീലിംഗ് ആ ഒരു സെക്ഷനിലേക്ക് വരുന്ന സമയത്ത് ഓവർ യൂസ്ഡ് ആയിട്ട് ഫീൽ ചെയ്തു. അതായത് അത് ആ ഒരു അറ്റ്മോസ്ഫിയർ സിനിമയ്ക്കകത്ത് ഏത് രീതിയിലായിരിക്കും പ്ലേസ് ചെയ്യുന്നതെന്നുള്ള അറിയില്ല. പക്ഷേ ഒരുപാട് ഫയറൊക്കെ ഇതിനു വേണ്ടി കത്തിച്ചതായിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യാലിറ്റി നോർമലി എനിക്ക് ഫീൽ ചെയ്തു. ഇൻറ്റൻഷനലി ചെയ്യുവാണെന്ന് നമുക്കൂടെ തോന്നൂല ആ സമയത്ത്. അങ്ങനത്തെ ഒരു ഫീൽ എനിക്ക് തോന്നി. തുടങ്ങി വന്ന ആ ഒരു കാറിൻ്റെ സീക്വൻസ് ഒന്നും കഴിയുന്നവരെയും അങ്ങനത്തെ ഒരു ഫീൽ ഇല്ലായിരുന്നു. പക്ഷേ ചിലപ്പോൾ സിനിമ വരുന്ന സമയത്ത് അങ്ങനെ ഒരു വലിയൊരു ബ്ലാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് നമുക്ക് ഈ സിനിമയ്ക്കകത്ത് രജിസ്റ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് പെർഫെക്റ്റ് ആയിരിക്കും. ഇതെനിക്ക് തോന്നുന്നു ഒരു കട്ടായിട്ട് കണ്ടതുകൊണ്ടാവാം. ഒറിജിനൽ ലാംഗ്വേജ് കന്നഡ ഫിലിം ആണെങ്കിൽ പോലും മലയാളം ഉൾപ്പെടെ തമിഴ് അങ്ങനെ ഹിന്ദി ഇംഗ്ലീഷ് ഉൾപ്പെടെ ഇത്രയും ലാംഗ്വേജിൽ വരുന്നൊരു സിനിമയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു പാൻ വേൾഡ് ഐറ്റം ആണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു പവർ ആ ഒരു വിഷ്വലും ഒക്കെ കാണാനും ഉണ്ട്. അവർ അത്രയും ബഡ്ജറ്റും ഇതിനകത്ത് ഇറക്കിയിട്ടുണ്ടെന്നുള്ളത് വിഷ്വലി തന്നെ കിട്ടുന്നുണ്ട്. കാറിനകത്തുള്ള ആ ഒരു ഷോട്ട് ഉണ്ടല്ലോ, അത് കുറച്ച് ലെങ്തി ആയിപ്പോയി. അത് കുറേ കൂടി അവർ ലോങ്ലി കാണിച്ച് ഇങ്ങനെ പോകുന്നുണ്ട്. ആ ഒരു ജംപ് കട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ഇൻ്റർ കട്ട് കാണിച്ച് അത് കുറച്ച് ലെങ്ത് ആയിപ്പോയി. അതും ഫസ്റ്റ് ഇതിൽ തന്നെ, അതായത് അതിൻ്റെ തുടക്കത്തിൽ തന്നെ അത് കാണിക്കുന്ന സമയത്ത് പിന്നെ അങ്ങോട്ട് വേണ സീനിന് ഒരു ഇമ്പാക്റ്റ് കുറഞ്ഞതുപോലെയും തോന്നി. അത് കാണിക്കാൻ വേണ്ടി തന്നെ ഒരു ടീസർ വിട്ടതുപോലത്തെ ഒരു ഫീല് ഇത് തുടക്കത്തിൽ കാണുന്നവർക്ക് ഒരു ഇത് വരും. പെട്ടെന്ന് നെറ്റി ചുളിച്ചിട്ട് പിന്നെ യഷിൻ്റെ ഇൻട്രോയും ആ ഒരു ഡയലോഗ് ഡെലിവറി ആയാലും അതൊക്കെ കാണിക്കുന്ന സമയത്ത് ആ ഒരു ഇമ്പാക്റ്റിനെ അത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇതൊരു ഫിലിം മേക്കർ എന്ന നിലയ്ക്ക് ചിന്തിക്കുമ്പോഴാണ് എനിക്കിതിങ്ങനെയൊക്കെ തോന്നുന്നത്. ചിലപ്പോൾ നിങ്ങളൊരു വ്യൂവർ എന്ന നിലയ്ക്ക് ചിന്തിക്കുമ്പോൾ ഇതൊന്നും നിങ്ങളെ വിഷയമേ ആയിരിക്കില്ല. ഈ സിനിമയിൽ നിന്ന് ഗീതു മോഹൻദാസിനെ മാറ്റി യഷാണ് ഡയറക്റ്റ് ചെയ്യുന്നതൊക്കെ പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു. അത് ഓൾമോസ്റ്റ് സംഭവങ്ങൾ ശരിയാണ്. കാരണം എന്തെന്ന് വെച്ചാൽ ഇതിൻ്റെ റൈറ്റിങ്ങിൽ യഷിനെയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഡയറക്റ്റഡ് ബൈ എന്ന് എടുത്ത് വയ്ക്കാൻ പറ്റാത്തത് കൊണ്ടാവാം നേരെ എടുത്ത് റൈറ്റിംഗ് എന്നുള്ളതിലും കൂടെ ആഡ് ചെയ്തിരിക്കുന്നത്. ഇത് പറഞ്ഞ പകുതി സ്ക്രിപ്റ്റും ചേഞ്ച് ചെയ്തിട്ടുണ്ട്. യഷിൻ്റെ ഇൻപുട്ടും കൂടെ ആഡ് ചെയ്തുകൊണ്ടാണ് ഈ സിനിമ തന്നെ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇതൊരു തിയേറ്റർ സ്റ്റഫും ഉണ്ടാവും. വുമൻസ് സെൻട്രിക് ആയിട്ടുള്ള കുറച്ച് പൊളിറ്റിക്സ് ഇതിനകത്ത് വരാൻ ചാൻസ് ഉണ്ട്. ഇതിനകത്ത് സ്ട്രോങ് ആയിട്ടുള്ള വുമൻ ക്യാരക്ടേഴ്സുകൾ വരുന്നുണ്ട്. ഈ ഒരു വീഡിയോയുടെ പാർട്ട് 1 വീഡിയോയിൽ ഞാൻ ഉണ്ണി മുകുന്ദനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാർക്കോയുടെ കേസിൽ KGF 2 കഴിഞ്ഞിട്ട് നേരെ സെലക്ട് ചെയ്ത സിനിമ ഇതാണ്. അപ്പോൾ ഇത് കറക്റ്റാണ്. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു സിനിമയാണ് ഉണ്ണി മുകുന്ദൻ്റെ സൈഡിൽ നിന്ന് വരുന്നതെന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റ് ബാലൻസ്ഡ് ആവും. ടീസറിൻ്റെ തുടക്കമൊക്കെ കാണുന്ന സമയത്ത് ഫുൾ ബ്ലാക്ക് ആണ്. ഇവരെല്ലാം ബ്ലാക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. ഇത് കണ്ട സമയത്ത് പെട്ടെന്ന് മാർക്കോയിലെ ഒരു ഇതാണ് പെട്ടെന്ന് മനസ്സിൽ വന്നത്. ഒറ്റവാക്കി പറയുകയാണെങ്കിൽ എനിക്ക് ഈ ടീസർ വർക്കായി. പ്രത്യേകിച്ച് ഇതിൻ്റെ ഒരു ടെക്നിക്കൽ സൈഡ് അറേഞ്ച്മെന്റ്, അതായത് ആ ഒരു കാർ ഷോട്ട് ഇതിലിപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്ന ആ ഒരു ഷോട്ടാണ്. അതിനെ എടുത്ത് കുറച്ചും കൂടി എൻഡിലോട്ട് കൊടുത്തിട്ട് അതിനെ അത്രയും ലെങ്തി കാണിക്കാതെ ഒരു ഫ്ലാഷ് പോലെ കാണിച്ച് അവിടെ ഒരു ക്യൂരിയോസിറ്റി നിലനിർത്തി കട്ട് ചെയ്ത് എൻഡ് ചെയ്തിരുന്നെങ്കിൽ ഈ സംഭവം
കുറെ കൂടി ഇമ്പാക്റ്റ് ഉണ്ടാക്കിയേനെ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇത് എൻ്റെ മാത്രം ഒപ്പീനിയനാണ്. റീസെൻറ്റ് വീഡിയോസ് ഞാൻ ഇവിടെ കൊടുത്തേക്കാം, സബ്സ്ക്രൈബ് കൂടി ചെയ്തിട്ടേക്കാം. ഇതിനേക്കാൾ ഇടിവെട്ടായിട്ടുള്ള മറ്റൊരു വീഡിയോ കാണാം. ഇറ്റ്സ് മീ അൻഷാ നിസാർ.